അങ്ങനെ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. രാജ്യത്തെ എല്ലാ മതേതര പാർട്ടികളുടെയും മുഖ്യ ശത്രു BJP ആണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് BJPക്കെതിരെയല്ല, ഇടതുപക്ഷത്തിനെതിരെയാണ്. ഒടുവിൽ നെഹ്റു കുടുംബത്തിലെ ഒരാൾ കൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാംഗത്വം രാജിവെച്ചു. ഈ ഒഴിവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വയനാട് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. സ്വന്തം പാർട്ടിയുടെ ശക്തിയിലല്ല, മുസ്ലിം ലീഗിന്റെ ശക്തിയിലാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. നെഹ്റു കുടുംബത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മാത്രമായി ചില സവിശേഷതകളുണ്ട്. ജവഹർലാൽ നെഹ്റു, ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയിലൂടെ ജയിച്ചു വന്നവരാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇത്തവണ 2 മണ്ഡലങ്ങളിൽ ജയിച്ചത് സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ്. UPയിലെ റായ്ബറേലിയിൽ ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെയാണ്. വയനാട്ടിൽ ജയിച്ചത് മുസ്ലിം ലീഗിന്റെ പിൻബലത്തിലാണ്. ലീഗിന്റെ പിൻബലമില്ലാതെ ജയിക്കാനാവില്ല. പക്ഷേ രാഹുലിന്റെ പ്രചാരണ പരിപാടികളിൽ ലീഗിന്റെ കൊടിക്ക് വിലക്കേർപ്പെടുത്തി. ലീഗിന് പരിഭവം വേണ്ടെന്ന് കരുതി കോൺഗ്രസ് പതാകയും വെച്ചില്ല. मेरा रायबरेली से और वायनाड से इमोशनल कनेक्शन है. पिछले 5 सालों में मैं वायनाड का MP था और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया, तो उसके लिए मैं दिल से धन्यवाद करता हूँ और पूरी ज़िंदगी उसको याद रखूँगा. प्रियंका से चुनाव लड़ेगी, मगर मैं भी पीरियोडिकली वायनाड जाऊँगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे. വയനാട്ടിലെ വോട്ടർമാരെ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനും വളരെ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെ പുറത്തു പറഞ്ഞില്ല. റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്ന കാര്യം വയനാടുകാർ അറിഞ്ഞാൽ അവർ വോട്ട് ചെയ്യാതിരിക്കുമോ എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആശങ്ക. ഇക്കാരണത്താൽ സത്യം മറച്ചുവെച്ച് വയനാട്ടുകാരെ പറ്റിച്ചു. खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. 2 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുമ്പോൾ പുലർത്തേണ്ട ധാർമ്മികതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികളായ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഈ നൈതികത ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. 1980-ൽ ഇന്ദിരാഗാന്ധി UPയിലെ റായ്ബറേലിയിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ മേധക്കിൽ നിന്നും ജനവിധി തേടി. 2 മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്ന കാര്യം ഇന്ദിരാഗാന്ധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2ഇടത്തും ഇന്ദിരാഗാന്ധി വിജയിച്ചു. റായ്ബറേലി നിലനിർത്തി. മേധക്കിൽ അംഗത്വം രാജിവെച്ചു. 1998-ൽ സോണിയാഗാന്ധി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങി. UPയിലെ അമേഠിയിൽ നിന്നും കർണാടകത്തിലെ ബെല്ലാരിയിൽ നിന്നും മത്സരിച്ചു. 2 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന കാര്യം സോണിയാഗാന്ധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. 2ഇടത്തും വിജയിച്ചു. അമേഠി നിലനിർത്തി. ബെല്ലാരിയിൽ അംഗത്വം രാജിവെച്ചു. ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും കാണിച്ച ധൈര്യമോ ധാർമ്മികതയോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല. ഇക്കാരണത്താലാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്ന വിവരം രാഹുൽ ഗാന്ധി വയനാട്ടുകാരിൽ നിന്ന് മറച്ചുപിടിച്ചത്. ഇന്ത്യ സഖ്യരാഷ്ട്രീയത്തിൻ്റെ കാതൽ RSS BJP ആശയങ്ങളെ ചെറുക്കലാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാകുമായിരുന്നെങ്കിൽ ആ പാർട്ടി രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഖത്തെ അന്ന് മത്സരിപ്പിക്കേണ്ടത് ഉറപ്പായിട്ടും ഇവിടെ കേരളത്തിലല്ലായിരുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു നാടകത്തിലെ വശം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെപ്പോലെ ആദരണീയനായ ഞങ്ങളെല്ലാം സ്നേഹത്തോടെ കാണുന്ന വലിയൊരാളെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ ഗാന്ധി പൊതുപ്രവർത്തനത്തിൽ കാലെടുത്തു വെക്കുന്നത്.
ആ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് വിജയിച്ചു. പതുക്കെ പതുക്കെ കോൺഗ്രസിൽ പിടിമുറക്കി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ പിൻസീറ്റിലിരുന്ന് ഭരണചക്രം തിരിച്ചു. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. വിശ്വസ്തരെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു. എന്നാൽ വിശ്വസ സുഹൃത്തുക്കളെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറി. രാഹുൽ അധ്യക്ഷനായിരിക്കെ കോൺഗ്രസിന്റെ വളർച്ച കുത്തനെ കീഴോട്ടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റു. മറ്റ് നേതാക്കളെയെല്ലാം പഴി പറഞ്ഞ് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. എങ്കിലും പിൻസീറ്റിൽ ഇരുന്ന് പാർട്ടിയെ നിയന്ത്രിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോലും രാഹുൽ ഗാന്ധി സജീവമായിരുന്നില്ല. BJPയുടെ താരപ്രചാരകനായ മോദി 206 റാലികളെ അഭിസംബോധന ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് വെറും 107 പൊതുയോഗങ്ങളിൽ മാത്രം. കോൺഗ്രസിന് ലഭിച്ച 99 സീറ്റുകളിലെ മിക്കതും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ വിജയിച്ചവയാണ്. ഗുജറാത്തും മധ്യപ്രദേശും ഛത്തീസ്ഗഡുമെല്ലാം കോൺഗ്രസിനെ കൈവിട്ടു. കർണാടകത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ല. ബംഗാളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്തിയില്ല. കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് അധിർ രഞ്ജൻ ചൗധരി ബഹ്റാൻപൂരിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. BJPയാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യ ശത്രു. പ്രിയങ്ക ഗാന്ധി നേരിടേണ്ടത് BJPയെയാണ്. വയനാട്ടിലെത്തി ഇടതുപക്ഷത്തെയല്ല. മുത്തശ്ശി ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പഠിക്കാൻ ഏറെയുണ്ട്. 1977 അടിയന്തരാവസ്ഥാ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ലോക്സഭയിലേക്ക് മടങ്ങിയെത്തിയത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയല്ല. കർണാടകത്തിലെ ചിക്മംഗ്ലൂരിലെ കോൺഗ്രസ് MP ചന്ദ്രഗൌഡയെ രാജിവെപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ജനതാ പാർട്ടിയിലെ വീരേന്ദ്ര പാട്ടീലിനെ 77,333 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നു. ധീരയായ നേതാവെങ്കിൽ പ്രിയങ്ക ഗാന്ധി പിന്തുടരേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ കാൽപ്പാടുകളെയാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ ഇന്ദിരാഗാന്ധിയെയല്ല. ചിക്മംഗ്ലൂരിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ ഇന്ദിരാഗാന്ധിയെ. എതിരാളി ഇടതുപക്ഷമല്ല, BJPയാണ്. ഈ സത്യം തിരിച്ചറിയാതെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സർവോപരി കോൺഗ്രസ് എന്ന പാർട്ടിക്കോ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാകില്ല.